ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണ് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ അരി തെളിച്ചപ്പോഴത്തേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ റൈസ് കുക്കറിലോട്ട് ഒന്ന് ഇറക്കി വെച്ചു. അതിനുശേഷം നമ്മൾ സാമ്പാർ വെക്കാനായിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചു. പിന്നെ അരപ്പൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ട് കടുക് താളിച്ച് വെച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സാമ്പാർ ആക്കിയിരുന്നു. ഇഡലി സാമ്പാറുമായിരുന്നു രാവിലെ കഴിക്കാനായിട്ട്. പിന്നെ കുട്ടീസിനും രാവിലെ ചോറ് സ്കൂളിൽ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് വറുത്തമീനും സാമ്പാറും ഒക്കെ രാവിലെ തന്നെ ആക്കി. ഇപ്പോൾ കുട്ടീസിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്നും പോയി കാണണേ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുള്ള കിളിമീൻ ബാക്കി വന്നത് ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഉച്ചയ്ക്കത്തേക്ക് മീൻ എടുത്തത്. അത് ഇന്ന് മുളകിൽ വെക്കാമെന്ന് കരുതി. അങ്ങനെ അത് അരപ്പൊക്കെ ഒന്നാക്കി തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ടെറസിൻ്റെ മണ്ടി പോയി കുറച്ച് മാങ്ങ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങ വെച്ചത് കിളിമീൻ കറിയിലൊന്നും ഇടാനല്ല കേട്ടോ, മാങ്ങാച്ചാറൊന്നും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കിളിമീൻ കുട്ടന്മാരെയൊക്കെ ഒന്ന് അരപ്പ് തെളിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ആക്കിയിട്ട് കറിയൊക്കെ ഒന്ന് സെറ്റാക്കി മാങ്ങയെല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റിയിട്ട് എനിക്ക് അരപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ മാങ്ങാച്ചാറും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ചയ്ക്കത്തേക്ക് ചോറിന് മാങ്ങാച്ചാറും കിളിമീൻ കറിയും എല്ലാമായിട്ട് ചോറ് കഴിക്കട്ടെ കേട്ടാ.